പത്തനംതിട്ടയിൽ രാത്രികാല യാത്രാ നിരോധനം. ഈ മാസം 30 വരെ രാത്രികാലങ്ങളിൽ മലയോര മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. ക്വാറികളുടെ പ്രവർത്തനവും 30 വരെ നിരോധിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ സുജു ടി ബാബു നൽകും. സുജു, ഓറഞ്ച് അലർട്ടാണ് പത്തനംതിട്ടയിൽ നിലനിൽക്കുന്നത്. അവിടുത്തെ ഡാമുകളുടെ സ്ഥിതി എന്താണ്? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? നിലിമ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ രാത്രികാല ഗതാഗത നിരോധനം മലയോര മേഖലയിൽ ജില്ലാ കളക്ടർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ക്വാറികളുടെ പ്രവർത്തനത്തിനും നിരോധനമുണ്ട്. ഈ മാസം 30 വരെയാണ് ഈ നിയന്ത്രണം നിലനിൽക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ മഴയാണ് ജില്ലയുടെ മലയോര മേഖലയിലും വനത്തിനുള്ളിലും പെയ്തിരുന്നത്. ഇന്ന് 2 ക്രോസ് വേകളാണ് പത്തനംതിട്ട ജില്ലയിൽ പൂർണ്ണമായി മുങ്ങിയിരുന്നത്. അറയാഞ്ഞിലുമുഴി ക്രോസ്വേയും കുറുമ്പുമൊഴി ക്രോസ്വേയും ഇരു സ്ഥലങ്ങളിലും ജനങ്ങൾ ഇത് കാരണം വലിയ ബുദ്ധിമുട്ടിലാണ്. പ്രത്യേകിച്ച് അറയാഞ്ഞിലുമുഴി ക്രോസ്വേ മുങ്ങിയതോടെ ഏതാണ്ട് 380-ലധികം കുടുംബമാണ് ഒറ്റപ്പെട്ട ഒരു സാഹചര്യം പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നത്. മഴയ്ക്ക് ചെറിയ ശമനം വന്നതോടുകൂടി വെള്ളം ഇറങ്ങി തുടങ്ങിയെങ്കിലും പിന്നെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനിയും രാത്രികാലങ്ങളിൽ മഴ പെയ്യുവാണെങ്കിൽ ജനജീവിതം വീണ്ടും ദുരിതമയമാകാൻ തന്നെയാണ് സാധ്യത. പ്രധാനമായി ജില്ലയിൽ മലയോര മേഖലയിൽ മഴ ശക്തി പ്രാപിക്കുമ്പോൾ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്നത് പിന്നീട് ഈ പെയ്ത്ത് വെള്ളം ഇറങ്ങി വരുന്ന അപ്പർ കുട്ടനാട് മേഖലയാണ്. അപ്പർ കുട്ടനാട് മേഖലയിലും തിരുമൂലപുരത്ത് ഏതാനും ചില വീടുകളിൽ വെള്ളം കയറിയതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയിൽ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മൂഴിയാർ ഡാമിൻ്റെ ചില ബാരേജുകൾ ഷട്ടറുകൾ തുറന്നുവെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അതിനാൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും ജില്ലയിലെ പ്രധാനപ്പെട്ട നദികളായ പമ്പ, അച്ചൻകോവിലാർ, മണിമലയാറിലെ നദികളിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെയും അപകടകരം വിധം ജില്ലയിലെ ജലനിരപ്പ് ഉയർന്നിട്ടില്ല എന്നത് ആശ്വാസം പകരുന്ന വാർത്ത തന്നെയാണ്. നീലിമ, പത്തനംതിട്ടയെ സംബന്ധിച്ച് അപ്പർ കുട്ടനാട്ടിലാണ് സ്ഥിതി അല്പം മോശമായിട്ടുള്ളത്. സുജുവാണ് വിവരങ്ങൾ നൽകിയത്.